ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. ജീവന്റെ നിലനിൽപ്പും വളർച്ചയും അന്തരീക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. അദൃശ്യവും അസ്പർശ്യവുമാണ് ഈ അന്തരീക്ഷ വായുമണ്ഡലം. ചുരുക്കം ചില വാതകങ്ങളുടെ മിശ്രിതമാണ് വായുമണ്ഡലം. ഇതിന്റെ ഘടകങ്ങൾ അന്തരീക്ഷത്തിൽ പല ഗുണവിശേഷങ്ങളും പ്രകടമാക്കുന്നു. അദ്ഭുതങ്ങളായ പ്രക്രിയകൾക്ക് അവ ഹേതുവായി തീരുന്നു. കാറ്റ്, മേഘങ്ങൾ, വർണ്ണരാജികൾ തുടങ്ങിയ എല്ലാ പ്രതിഭാസങ്ങളുടെയും ഉറവിടം അന്തരീക്ഷമാണ്. എന്താണ് അന്തരീക്ഷം? അന്തരീക്ഷം ഇന്നത്തെ രൂപത്തിലാകുന്നതിനു മുമ്പ് വ്യാപകമായ പരിവർത്തനങ്ങൾക്ക് വിധേയമായി എന്ന് അനുമാനിക്കപ്പെടുന്നു. ഭൂമിയെ ചുറ്റുന്ന വാതകങ്ങളുടെ ഒരു പുതപ്പാണ് അന്തരീക്ഷം. ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ ഗ്രഹത്തിന്റെ ഉപരിതലത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ പ്രധാന ഘടകങ്ങൾ നൈട്രജൻ, ഓക്സിജൻ, ചെറിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും ആർഗൺ, നിയോൺ തുടങ്ങിയ നിഷ്ക്രിയ വാതകങ്ങളും വായുവിൽ അടങ്ങിയിരിക്കുന്നു. ഒട്ടേറെ സവിശേഷതകൾ ഉള്ളതാണ് അന്തരീക്ഷം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അഭയം നൽകുന്ന വാതകങ്ങളുടെ ഒരു സംരക്ഷിത പാളിയാണ് അന്തരീക്ഷം. താരതമ്യേന ചെറിയ പരിധിക്കുള്ളിൽ താപനില നിലനിർത്തുകയും സൂര്യപ്രകാശത്തിന്റെ ദോഷകരമായ കിരണങ്ങളെ തടയുകയും ചെയ്യുന്നു. കൂടാതെ സൂര്യന്റെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നതോടൊപ്പം വീണ്ടും ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടുന്നത് തടയുകയും ചെയ്യുന്നു. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ വികിരണങ്ങളിൽ നിന്ന് ജീവനെ സംരക്ഷിക്കുന്നതോടൊപ്പം ഭൂമിയിലെ ജലചക്രത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ ഭൂമിയിലെ കാലാവസ്ഥയെ മിതമായി നിലനിർത്താൻ ഈ അന്തരീക്ഷ പാളികൾ സഹായിക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിൽ അതിരുകളില്ല. ബഹിരാകാശത്തേക്ക് ലയിക്കുന്നതുവരെ അന്തരീക്ഷത്തിന് സാന്ദ്രത കുറയും. പുറത്തു നിന്നുകൊണ്ട് ആകാശത്തേക്ക് നാം നോക്കുമ്പോൾ കാണുന്നത് ഒരു നീലാകാശമോ ഒരു കൂട്ടം മേഘങ്ങളോ സൂര്യനോ അതുമല്ലെങ്കിൽ രാത്രിയിൽ നാം കാണുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയാകാം. എന്നിരുന്നാലും ഒട്ടേറെ സങ്കീർണതകൾ നിറഞ്ഞതാണ് അന്തരീക്ഷ മണ്ഡലം. ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിലെ മാറ്റങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്ന 5 വ്യത്യസ്ത പാളികൾ അന്തരീക്ഷത്തിലുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇതിന് ഭൗമ ഉപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെയും ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്റർ വരെയുമാണ് ഉയരം. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇത് 18 കിലോമീറ്റർ വരെയും ആകും. ഇതിനു കാരണം ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ്. അന്തരീക്ഷത്തിലെ വായുവിന്റെ 75% ട്രോപ്പോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്നു. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ് ഉള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിൽ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം. സ്ട്രാറ്റോസ്ഫിയറിനുള്ളിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഈ പാളിയിലെ ഓസോൺ തന്മാത്രകൾ സൂര്യനിൽ നിന്നുള്ള ഉയർന്ന ഊർജമുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് കടക്കുന്നത് തടയുകയും ഈ കിരണങ്ങളെ ആഗിരണം ചെയ്ത് അതിനെ താപമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ ഒരു നിശ്ചിത ഉയരം കഴിയും തോറും താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട് ഈ പാളിയിൽ. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. മുകളിലേക്ക് പോകുമ്പോൾ താപനില വർദ്ധിക്കുന്ന ഒരു പ്രദേശമാണിത്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ അയോണീകരണമെന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഭൂമിയുടെ വാതക ആവരണത്തിന്റെ അവസാനത്തെ അതിർത്തിയാണ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയറിലെ വായു ക്രമേണ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ബഹിരാകാശത്തേക്ക് ഒഴുകി മങ്ങിപ്പോകുന്നതിനാൽ വ്യക്തമായ ഒരു അതിർവരമ്പ് മുകളിൽ കാണാൻ കഴിയില്ല. ആധുനിക യാന്ത്രിക യുഗത്തിൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ അനവധിയാണ്. ഇതുമൂലം ലോകം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതുമാണ്. മനുഷ്യന്റെയും ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി കൊണ്ടിരിക്കുന്ന
അന്തരീക്ഷ മലിനീകരണത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാം.